ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ പറഞ്ഞേ ഇല്ലേ? അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? നമുക്ക് അങ്ങനെ സുഖമായിട്ട് പോണു. ഇന്ന് ആദം ബേബിക്ക് ഉണ്ടല്ലോ, ഇന്ന് ആദം ബേബിക്ക് കുളിപ്പിച്ച് കഴിഞ്ഞപ്പോ കുളിപ്പിക്കാൻ കുളിപ്പിക്കണം, തോർത്തിലപ്പം കുളിപ്പിക്കണം, അല്ലെങ്കിൽ എന്ത് കാര്യത്തിനും തോർത്താനൊക്കെ അപ്പം വന്നെ അങ്ങനെയായിരുന്നു. അല്ലെങ്കിൽ എന്ത് കാര്യത്തിനും ഞാൻ തന്നെ വേണമായിരുന്നു. അപ്പൊ ഞാൻ അവരോട് ചോദിക്കും, ഞാൻ പെട്ടെന്ന് തട്ടിപ്പോയി നീ എന്ത് ചെയ്യും? മീമിക്കാരൻ ആദമിനുണ്ടല്ലോ, റോട്ടിക്കൂടെ ഏത് മീൻകാര് പോയി കഴിഞ്ഞാലും അവരെ പിടിച്ചു നിർത്തും. നമുക്ക് വീട്ടിക്ക് മീൻ ആവശ്യമില്ലെങ്കിലും അവൻ വെറുതെ പിടിച്ചു നിർത്തും. ഈ വഴി കൂടെ പോണ എല്ലാവരെയും അറിയാം, എല്ലാ മീൻകാരെയും അറിയാം. ഓരോരുത്തരും അതെന്തുകൊണ്ടാന്നറിയോ? നമ്മുടെ വീട്ടില് കാടറ്റില് മീൻകാരെ വരാറുണ്ട്. ഒരാളല്ല, 2-3 പേരൊക്കെ വരാറുണ്ട്. അപ്പൊ വരുന്നവര് വീട്ടിക്ക് വരും. അമ്മിച്ച് തള്ളന്നല്ല, നമ്മുടെ വീട്ടിക്ക് വരാറുണ്ട്. ചിലപ്പോ ഒരു ദിവസം വേറെ ചേട്ടൻ വരും, വേറൊരു ദിവസം വേറെ ചേട്ടൻ വരും. അപ്പൊ അമ്മിച്ചി അങ്ങനെ വന്നവരുടെ കയ്യിൽ നിന്ന് മീൻ മാറ്റിക്കാറുണ്ട്. അപ്പൊ ഇവനത് മുന്നേ തുടങ്ങി കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇവൻ ചാളയില്ല എന്ന് മാത്രമേ പറയുള്ളൂ. അതുപോലെ ഇപ്പോഴും പറയണേ. അപ്പൊ അപ്പം പറയാൻ എന്നോട് വേറെ പേര് പഠിപ്പിച്ചിട്ടില്ലാന്ന്. മോൻ പഠിപ്പിച്ചു കൊടുത്താ വേറെ പേരുകള്? നല്ല വലിയ മീനുകള് ഞാൻ ചാളയിലല്ലേ പഠിപ്പിച്ചു കൊടുത്തുള്ളൂ. അയ്യോ, വലിയ റിച്ച് മീൻ മറ്റേ പേര് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. സൽമോണാ. അതൊക്കെ പഠിക്കും. അതന്നെ കൊച്ചി പഠിക്കും. കൊച്ചിന് വലിയ വലിയ പേരുകളൊക്കെ പറയും. എന്താണാവോ? സ്വപ്നം മാത്രം. പിന്നെ നമ്മുടെ വാറ് കൊണ്ടിരിക്കാണ്. അതിന്റെ മൂർധനാവസ്ഥയിൽ അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നമ്മള് ന്യൂസ് കാണുന്നതാണല്ലോ, ന്യൂസിലത്തെ അറിവാണ് നമുക്കുള്ളത്. അപ്പോ നമ്മള് വാറൊക്കെ കാണല്ല, ഇങ്ങനെ ന്യൂസുകളൊക്കെ അറിയുന്നുണ്ട്. എല്ലാവരും സേഫ് ആയിരിക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ഇന്നലെ മിനിഞ്ഞാന്നങ്ങണ്ട് ഷാർജയിൽ നിന്ന് ഒരു ചേച്ചി കമന്റ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ, ഇവിടെ സേഫാണ്, നിങ്ങൾ അങ്ങോട്ട് കയറി പോരെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത് കേട്ടപ്പോ ഒരു സേഫാണല്ലോ. എന്നിട്ട് ആലോചിക്കുന്നേ, ജോലിക്ക് പോണ കാര്യമാണോ? ജോലിക്ക് പോണെന്ന് ആഗ്രഹമുണ്ട്. ജോലി കിട്ടിയാലല്ലേ പോകാൻ പറ്റുള്ളൂ. ഇനി രേഷ്മോനൊന്ന് സെറ്റായിട്ട് വേണം. 2, 3, 4, 5, 6 വർഷങ്ങൾക്ക് ശേഷം എനിക്കൊരു ജോലിക്ക് പോവാൻ. അപ്പൊ നിനക്ക് അടുത്തൊന്നും ജോലിക്ക് പോകണം ആഗ്രഹമില്ലല്ലേ? ഞാൻ പയ്യെ റെസ്റ്റ് എടുക്കണല്ലോ. ഇത്ര നാള് വെറുതെ ഇരിക്കുന്നില്ലേ, ഇനി കുറച്ച് റെസ്റ്റ് എടുക്കണം. അങ്ങനെയല്ല കേട്ടാ, എനിക്ക് സത്യത്തിൽ ജോലിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ജോലി കിട്ടിക്കഴിഞ്ഞാലും പോവും. പക്ഷെ ഇവിടെ ജോലിക്ക് പോലും നടക്കില്ല. എന്നിട്ട് ചെയ്യ പിള്ളേരൊന്നും അവിടെ ജോലിക്ക് പോയാൽ അവിടെ ജോലിക്ക് പോയാൽ പിള്ളേരെ സ്കൂളിൽ കൊണ്ടുപോകണം. ഡേ കെയറില് ഇവിടെ ഡേ കെയറിലുണ്ടാവോ സ്കൂള്? ആവോട്ടാ. അവിടെ ജോലിക്ക് പോണെന്ന് പറയാൻ വേണ്ടിട്ട് ഫസ്റ്റ് ആള് പോയി ജോലി കിട്ടി. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ ഞങ്ങള് പോവാന്നുള്ളത് ദൈവത്തിനറിയാം. ഒരു സംഭവം ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഇവിടെ നടക്കാൻ പോണത് എന്നിട്ട് നാട് വിടാനാ എന്നിട്ട് പറഞ്ഞത് അപ്പഴ ഷർട്ട് ഊരിക്കോട്ടെ. അപ്പൊ ചൊറിയിടുന്ന ക്രീം പറ്റണം. ക്രീം അതെന്നല്ല എങ്ങനെ ക്രീം പറ്റി കൊടുത്തേ? ആ ഡ്രസ്സ് മാറ്റിട്ട് വേണം ക്രീം പറ്റാൻ. ഓഹ് എന്റെ ദൈവം, ഇപ്പൊ ഒരു പുതിയ ഐഡിയ എടുത്തേക്കണ്ട. ക്രീം പറ്റണെന്ന് പറഞ്ഞാൽ ഷർട്ട് ഊരാൻ പറ്റുള്ളൂ. അപ്പനാണെങ്കിൽ ചൂടെടുത്തിട്ട് പാടില്ല. കീമെടുക്കടാ. എന്തിനാ നിനക്ക് തിന്നാനാ? അപ്പന്റെ മേത്ത് പുഴു വന്നാ? ഈശോ മറിയോ പിതാവേ, അപ്പൻ വീശുന്നു. നീയിപ്പൊ മോനത് കാണിക്കും. അപ്പനെ മതിയപ്പ. 2 പേരും മഞ്ഞുള്ള. ഞാൻ ചെന്നപ്പോ അവൻ എനിക്ക് ഇരിക്കായിരുന്നു. അതെടുത്ത് നോക്കി ചിരിച്ചേ. സ്മൈൽ സ്മൈൽ സ്മൈൽ. ഉമ്മ ചില സമയത്ത് ശ്രദ്ധിക്കണം, ചില സമയത്ത് ഉമ്മ ശരിയാവില്ല. പണിയെടുക്കാട്ടാ. ചെറിയ സ്ഥലം
അടിച്ചു വാരി തുടച്ച് ഈ പണിയെടുത്ത് വയ്യാണ്ടായി. ജ്യൂസ് വേണോ? ജ്യൂസ്, ഒരു മാംഗോ ജ്യൂസ്, പൈനാപ്പിൾ ജ്യൂസ്. സന്തോഷമായിട്ടുണ്ട്. ഇത് അബ്രുവിന്റെ പ്രൊട്ടക്ഷൻസ് സാധനങ്ങളാണ്. ഈ സാധനങ്ങളൊക്കെ അബ്രുവിന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് വെച്ചിരിക്കും. അബ്രു താഴ്ത്തു വീഴും. ഒരു ദിവസം ഞാൻ നോക്കിയപ്പോ ആള് കിടന്നോർത്തുനിന്ന് മാറി എന്റെ കാലിന്റെ അടുത്ത് എത്തി ഉറക്കത്തില്. അവള് പെട്ടെന്ന് കണ്ണു തെറ്റിയാലേ തുടച്ചു കഴിഞ്ഞാണ്ട് കിടാവ് പണിയെടുക്കണില്ലെന്ന് പറഞ്ഞവർക്ക് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അതെന്നിട്ട് ജ്യൂസ് കുടിച്ചേ? മഞ്ഞ ജ്യൂസും പിന്നെ ശ്യാമ ജ്യൂസാ? അതൊരു ജ്യൂസാ? എന്നിട്ട് പറയണ നീ ശ്യാമ ജ്യൂച്ചാ? മഞ്ഞ ജ്യൂച്ചല്ലേ കുടിച്ചേ? അപ്പാപ്പ ചോറിനാൻ പോവാ? ആരാ പറഞ്ഞ അപ്പാപ്പ ചോറിനാൻ പോവാന്ന്? അപ്പാപ്പന് ജ്യൂസ് കൊടുത്താ? അപ്പാപ്പന് ജ്യൂസ് കൊടുത്ത? നീ ജ്യൂസ് കൊടുത്ത അപ്പാപ്പന്? ചോറ് തിന്നണ സമയാണ്, ജ്യൂസ് കുടിക്കുന്ന സമയല്ല. അമ്മാമോട് പറയും ചോറ് കൊടുക്കാൻ പറയും. എങ്ങനെ വിളിക്കാം മാമനെ? ലിസിയെ പച്ചവെള്ളം ചൂടുള്ളോ? ഞാൻ വിളിക്കുന്നത് തോർത്തിട്ടാ ചോപ്പില്ലേ? ചോപ്പ് കൊടുത്തിന്നോളന്നാ. അഭിരുചിച്ചിനൊക്കെ അപ്പൊ അവന്റെ മടിയിലിരുന്ന് ഇത് എന്നിട്ട് സംഭവം എന്നറിയോ? മാങ്ങ ഉണ്ടത്. മാങ്ങ ഉപ്പിലിട്ടത് ഇന്ന് രാവിലെയാണോ ഇന്നലെ അപ്പച്ചൻ വന്നപ്പോ വാങ്ങിച്ചോടുന്ന മാങ്ങ ഉണ്ടാ, ഉപ്പുമാങ്ങ. അപ്പൊ ഉപ്പുമാങ്ങയല്ല, പച്ചമാങ്ങ കൊണ്ടുവന്നു. നമ്മളത് ഉപ്പിട്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അമ്മച്ചി മറ്റേ കടുമാങ്ങ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് പക്ഷെ കടുമാങ്ങേനേക്കാളും മാങ്ങ കുറച്ചുകൂടി വലിപ്പമായി. എന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ വെല്ലിമിച്ച് അടിപൊളിയായിട്ട് കടുമാങ്ങ അച്ചാറുണ്ടോ ഇവിടെ? ഇവര് ഉണ്ടാക്കാറുണ്ടല്ലോ പോലും. അപ്പൊ അതിന് വേണ്ടിട്ട് വാങ്ങിച്ചിട്ടുണ്ടോ? ഇവര് ചിരിക്കണേ. സലാം 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 സലാം. അഭിരുചിച്ചിട്ടുണ്ട? ഇതെന്താന്നറിയോ? ഇത് നല്ല ചക്കയും ബീഫും എല്ലും എല്ലാം കൂടി വെച്ച അടിപൊളി കറി ഉണ്ടതേ. ഇപ്പൊ തന്നെ വെച്ചിട്ടുള്ളൂ. സെറ്റാണ് സംഭവം. നമ്മുടെ കുട്ടീസ് രണ്ടുപേരും ഉറങ്ങിയിട്ടാ. രണ്ടുപേരല്ല, ഒരാളെന്തായാലും ഉറങ്ങിയിട്ടുണ്ട്. ഒരാളെന്താ സ്ഥിതി? ഞാൻ ചോറിണ്ടിട്ട് അബ്രുവിനെ കൊണ്ട് മോളിലേക്ക് വന്നു കിടക്കാൻ വേണ്ടിട്ട്. അത് എത്ര നേരമായിട്ട് ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഉറങ്ങിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. കൊണ്ടുവരും. പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോ ചെറുതായിട്ട് ഇത് ഇങ്ങനെ നോക്കും. ഇങ്ങനെ നോക്കണത് വേറെ ഒന്നുമല്ല, അബ്രോടെ കിടക്കണുണ്ട്. അപ്പൊ എനിക്ക് ഇടയ്ക്ക് നോക്കണല്ലോ. അതൊക്കെ മറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ കിടത്തി ഇങ്ങോട്ട് നീങ്ങുമ്പോഴേക്ക് ഇവൻ കിടത്തണ സ്ഥലത്തല്ല കിടക്കണേ, നമ്മുടെ കാലിന്റെ അടുത്ത്. പിന്നെ അത് മാത്രല്ല, ഇങ്ങനെ ഉന്തി പോയിട്ട് തല പോയി ബെഡിന്റെ ഇവിടെ ഈ ഇതിന്റെ ഇവിടെ കട്ടിലിന്റെ ഇതുമ്പൊക്കെ പോയി ഇടിക്കണ്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഭയങ്കര പ്രശ്നം, ഡേഞ്ചർ കണ്ടീഷൻ വരും, അല്ലെങ്കിൽ താഴ്ത്തു വീഴും. അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കണം. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മളെ പുതിയ വീട് പണിതതാണ്. അപ്പൊ നമുക്ക് വേറെ വീട് ഇല്ലാഞ്ഞിട്ടല്ല നമ്മള് വേറെ ഈ പുതിയ വീട് പണിതത്. പുതിയ വീട് എന്തിനാ പണിത് എന്നുള്ളത് ലിഷ്മോൻ പറയും. അതിൽ കുറെ അധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പുതിയ വീട് പണിതല്ല, പുതിയ വീട് ഇവിടെ വീട് പണി. അതായത് ഞങ്ങളെ പഴയ വീട് ഇവിടെ ആയിരുന്നു. ഞാനും എന്റെ ഞങ്ങളൊക്കെ ജനിച്ചു വളരല്ല,
ഞങ്ങൾ വളർന്നത് ഇവിടെ ആയിരുന്നു, ജനിച്ചത് വേറെ വീട്ടിലായിരുന്നു. ആ വീടൊക്കെ ചെറിയ വീടായിരുന്നു. അപ്പൊ ഞങ്ങള് ഇതും വലിയ വീടൊന്നല്ലായിരുന്നു ഇപ്പൊ ഇരിക്കുന്നത്. ഞാൻ കണ്ടിട്ടില്ല കേട്ടാ, നമ്മുടെ ഈ വീടിന്റെ അടുത്ത് ഈ വീടിന്റെ സ്ഥലത്ത് വേറൊരു വീടുണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടില്ലേ. അപ്പൊ അത് ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ വീട് പണിയണം. അങ്ങനെ ഞാൻ സൗദിയിലേക്ക് പറന്നു വീട് പണിയാൻ വേണ്ടിട്ട്. വീട് അതിന് വേണ്ടിട്ടൊന്നും അല്ല, ഇതിന്റെ കഥ എനിക്കറിയില്ല. അത് ഞാൻ അങ്ങനെ പോയിപ്പോ അപ്പോഴേക്കും ഞങ്ങള് ഈ വീട്ടിൽ നിന്ന്, അപ്പൊ ഞങ്ങളുടെ അമ്മമ്മക്ക് വയ്യാണ്ടായി. അങ്ങനെ ഇപ്പൊ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് നമ്മള് വീട് കാണിച്ചിരുന്നില്ല, ഞങ്ങളുടെ പഴയ വീട്. ആ വീട്ടിൽ ഞങ്ങൾ താമസം മാറിയിട്ടാണ്. ഞാൻ പോയി കഴിഞ്ഞിട്ടാണ് പോയത്. 2013 ഞാൻ സൗദിക്ക് പോയത് ഫസ്റ്റ്. അപ്പോൾ പോയി കഴിഞ്ഞിട്ട് 2015 ആയപ്പോഴാണ് ഇവിടുന്ന് വീട് മാറിയത്. 15 അല്ല 14 അങ്ങനെ ഇപ്പോൾ അതായത് ഞാൻ പിന്നെ ഫസ്റ്റ് വെക്കേഷൻ വരുന്നത് ആ വീട്ടിലേക്കാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ വീട് വാടകയ്ക്ക് കൊടുത്തൊക്കെയായിരുന്നു. ചെറിയ വീടായിരുന്നു, 2 റൂം, ഒരു ചെറിയ കിച്ചൺ, ഒരു ചെറിയ ഹാള്, അങ്ങനെ ഒരു റൂം, സിറ്റ് ഔട്ടൊക്കെ ആയിട്ട്. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ വീട് പണിയുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരു പറമ്പുണ്ട് ഇവിടെ. അപ്പോൾ ആ പറമ്പിൽ വീട് പണിയാനാണ് നമ്മൾ ആദ്യം തീരുമാനിച്ചത്. അങ്ങനെ തീരുമാനിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ പറഞ്ഞു വീട് പണിയാൻ പറ്റില്ല, കാരണം അത് പാടം എന്നാണ് അതിൻ്റെ ഇതിൽ കിടക്കണം. അപ്പോൾ അത് ആ സമയത്ത് ഭൂമി തരമാറ്റം അങ്ങനെയൊന്നും നടക്കണ്ടായില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ വീട് പണിയുടെ കാര്യം വിട്ടു. പിന്നെ പണിയാന്ന് പറഞ്ഞാൽ അങ്ങനെ ഡൽമിയുടെ കല്യാണം കഴിഞ്ഞു. അത് കഴിഞ്ഞ് എൻ്റെ കല്യാണമായി. അപ്പോൾ നമ്മൾ വീട് പണിയണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ പണിയെന്ന് പറഞ്ഞ് ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചു. അപ്പോഴും ഞങ്ങളുടെ വീട് അത് തന്നെയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞ് കൊറോണ വന്നു. കൊറോണ വന്ന് ഇങ്ങനെ നമ്മുടെ ഇവിടെ കൊറോണ ഇല്ല, ഇങ്ങനെ കൊറോണയുടെ സമയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ പറഞ്ഞു നമുക്ക് വീട് പണി തുടങ്ങാം. അങ്ങനെ എവിടെ വീട് പണിയും എന്ത് ചെയ്യും എന്നുള്ളതൊന്നുമില്ല. ആൾ പറഞ്ഞു ഈ പഴയ വീട് പൊളിച്ചിട്ട് ഇവിടെ ഇരിക്കുന്ന പഴയ വീട് പൊളിച്ചിട്ട് നമുക്ക് ഇവിടെ വീട് പണിയാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വീട് പണി സ്റ്റാർട്ട് ചെയ്തു, വീട് പണിതു. പക്ഷേ മൊത്തത്തിലൊരു ഇതായിരുന്നു. വീട് പണി കഴിഞ്ഞപ്പോൾ വിചാരിച്ച് എന്തിനാ നമ്മൾ വീട് പണിതേ. പക്ഷെ ചേച്ചി മോൾക്ക് വീട് പണി ഇഷ്ടമായിരുന്നു കേട്ടോ. അല്ല, ആൾക്ക് പക്ഷെ വീട് പണിത് അല്ല, കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞപ്പോ എന്നോട് പറയട്ടാ എനിക്ക് വീട് പണിയുന്ന ഭയങ്കര ആഗ്രഹമാണെന്ന് പറയാറുണ്ട്. അപ്പൊ പണി തൊട്ട് നല്ലതല്ലേ. വീട് പണി കഴിയുമ്പോഴാണ് അറിയാ ആഗ്രഹം കുറച്ച് കാരണം നമ്മുടെ കയ്യിലുള്ള പൈസ ഫുള്ള് തീരും. എങ്ങടാ പൈസ പോണേനുള്ള വഴി ഞാൻ നിങ്ങളോട് മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പൈസ നമ്മള് എന്തോരം പിടിച്ചു എന്ന് പറഞ്ഞാലും പൈസ നമ്മുടെ കൈ വിട്ടു പോകും. നമ്മുടെ ബഡ്ജറ്റ് ഇതൊന്നും അല്ല ഇതിൽ നിൽക്കുക. എങ്ങനെയാണോ വീട് പണിയാകുമ്പോൾ നമ്മൾ എന്തോരം പ്ലാൻ ചെയ്താലും എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന്, അതായത് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നല്ലത്, നമ്മളൊരു വീട് പണിയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും ബെസ്റ്റ് ചെയ്യണം. ആ ബെസ്റ്റ് നോക്കി പോകുമ്പോഴാണ് കാശ് കൂടുതൽ പോവുക. സാധാരണ ബെസ്റ്റ് അല്ല. എല്ലാവരും ഇപ്പോൾ നമുക്കൊരു ചെറിയ വീട് പണിയാണെങ്കിലും ഉള്ളതിൽ നല്ലത് സാധനങ്ങൾ വെച്ച് പണിയണം എന്നുള്ളതല്ല. അതുപോലെ തന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ പണിയുമ്പോൾ ചെറിയ കാശുകളൊക്കെ പോവും. പിന്നെ അതൊരു ഉറപ്പാണെന്ന് നമ്മുടെ വിശ്വാസം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വീട് പണിതത്. പിന്നെ ഈ വീട് ഇപ്പൊ ആളിടയ്ക്ക് പറയൂട്ടാ, ഈ വീട് പണിയുണ്ടായിരുന്നു അവിടെ തന്നെ താമസിച്ചാൽ മതിയായിരുന്നു. ഒന്നാമത് ഇവിടെ പൊടിയാണെങ്കിൽ അവിടത്തേക്കാളും ഭയങ്കര പൊടിയാ വണ്ടികള് പോകുമ്പോ. വണ്ടി വീട് കുറച്ച് ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടാ. ഈ വീട് റോഡ് സൈഡിലായി കാരണം ഫുൾ ടൈം. എന്നാലും നമ്മുടെ വീട് മെയിൻ റോഡിൽ നിന്ന് ഒരു 100 മീറ്റർ അകലെ. പിന്നെ അത് മാത്രല്ല, നമ്മളിപ്പോ പെട്ടെന്ന് ഗേറ്റ് തുറന്ന് ആദങ്ങാൻ നമ്മൾ തുറക്കണ സമയം അങ്ങോട്ട് തിരിയുമ്പോഴേക്കും ആദങ്ങാൻ റോഡിലേക്ക് ഇറങ്ങിപ്പോയി, അതും ഡേഞ്ചറാ. അവിടെ ആണെങ്കിൽ ആ പ്രശ്നമില്ല. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അത് മാത്രല്ല, ക്ലീനിങ്, അത് ക്ലീൻ ചെയ്യാൻ കുറച്ചും കൂടി ഈസിയാണ്. 3 ബെഡ്റൂം ഉണ്ട്, പക്ഷെ ചെറിയ റൂമായിരുന്നു. 2 കിച്ചൺ ഉണ്ട്, 3 ബാത്റൂം ഉണ്ട്, എല്ലാം സെറ്റ് തന്നെയായിരുന്നു. പിന്നെ റൂമുകളൊക്കെ കുഞ്ഞു റൂമുകളായിരുന്നു. ഞങ്ങളെ കല്യാണം കഴിഞ്ഞത് ആ വീട്ടിലായിരുന്നു. കുഞ്ഞു റൂമുകൾ എന്ന് വെച്ചാൽ കുഞ്ഞു റൂമുകളായിരുന്നു. അപ്പൊ പിന്നെ കുറച്ചുകൂടി സൗകര്യമുള്ള വീട് വേണമെന്ന് തോന്നിയതുകൊണ്ട് നമ്മൾ പണിതു. അങ്ങനെ ആ വീട് നമ്മൾ വാടകയ്ക്ക് കൊടുത്ത് നമ്മൾ ഈ വീട്ടിൽ താമസിക്കുന്നു. പിന്നെ വീട് കുഴപ്പമില്ല. വീട് എന്ന് പറയുന്നത് പിന്നെ മറ്റേ വെള്ളമ്മ പറഞ്ഞ വലിയൊരു ബാധ്യത കഴിഞ്ഞു. പണി എന്ന് പറയുന്നത് വലിയൊരു ബാധ്യതയാണെന്നാണ് എല്ലാരും വിചാരിക്കുന്നത്. ബാധ്യതയല്ല, വീട് പണി എന്ന് പറയുന്നത് ഒരു ആവശ്യകതയാണ്. ആവശ്യകത കഴിഞ്ഞ് കഴിയുമ്പോ നമ്മുടെ അതായത് അമ്മച്ചു ഉദ്ദേശിച്ചത് പൈസയാട്ടാ. അതായത് പൈസ കുറെ എന്തായാലും വീട് പണിക്ക് പോകും. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞല്ലോ, പിന്നെ അതിന്റെ കാര്യം നോക്കണ്ടല്ലോ. ശരിക്കും കല്യാണാലേക്കുമ്പോ വീട് പണി കഴിഞ്ഞ ആൾക്കാരെ കല്യാണാലോചിക്കുന്നത്. അതെ, എന്റെ അപ്പന് ബുദ്ധി ഉണ്ടായി. എന്റെ അപ്പൻ കല്യാണം ആലോചിച്ചിരിക്കുന്ന സമയത്ത്
വീട് പണി കഴിഞ്ഞവര്, പിന്നെ ഇളയമക്കളായിരിക്കണം, വീട് പണി കഴിഞ്ഞായിരിക്കണം, പിന്നെ ബിസിനസ് ഉണ്ടാകുമ്പോൾ ആളെ ബുദ്ധിപരമായ അല്ല പിന്നെ അതെ. അപ്പച്ചനറിയാം വീട് പണിത് കഴിഞ്ഞ പിന്നെ കയ്യിലൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ വീട് പണി നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ ഇനിയിപ്പൊ സ്വർണ്ണമൊക്കെ എടുത്താലോ വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റില്ല. അതല്ല, നമ്മുടെ അമ്മിച്ചിയൊക്കെ വീട് പണിയുന്ന സമയത്ത് അമ്മിച്ചിയുടെ ഗോൾഡൊക്കെ എടുത്തിട്ടുണ്ട്. വീട് പണിക്ക് പൈസ ഇല്ലാണ്ടായി, അത് നമുക്ക് അത്ര പൈസ ഒന്നും ഉണ്ടായില്ലല്ലോ. അപ്പൊ ആ സമയത്തൊക്കെ ഗോൾഡൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ അവര് വിചാരിക്കുന്നത് നമ്മള് കൊടുക്കണത് അവരെടുത്ത് കളയാണ്ടിരിക്ക. അതുകൊണ്ടാണ് എന്റെ അപ്പൻ എടുത്തത്. ഞാൻ പറഞ്ഞില്ല, എടുത്ത പോലും പിന്നെ അതന്നെ പിടിച്ച അപ്പാ തുടങ്ങും. ദൈവം സഹായിച്ച് അതിനൊരു അവസരം എനിക്ക് ഉണ്ടായില്ല. ദൈവം രക്ഷിച്ചു ആ കാര്യത്തില്. പിന്നെ വേറെ പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നമ്മൾ ഇതുകൊണ്ടാണ് വേറെ വീട് പണിതത്. പിന്നെ എന്നിട്ടാണ് അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.